ആദ്യത്തെ ഈ അനിമേഷൻ രംഗത്തെ ആദ്യത്തെ ഒരു കമ്പനി, രാജ്യത്തിന് തന്നെ ആദ്യത്തെ ഒരു കമ്പനിയാണ് ടൂൺസ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മുടെ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നം സ്കിൽഡ് ആയിട്ടുള്ള മാൻ പവറിൻ്റെ കുറവാണ്. അപ്പോൾ അന്ന് തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 5 വർഷം നമ്മളൊരു $20 മില്യൺ ചിലവാക്കി. കാരണം നമ്മൾ ഫിലിപ്പൈൻസിൽ നിന്നും, കൊറിയയിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, അതേപോലെ ലണ്ടനിൽ നിന്നുമൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ലോക്കൽ ടാലൻറ്റിനെ നമ്മൾ പരിശീലിപ്പിച്ചത്. അപ്പോൾ അത് വളരെ വലിയ കമ്പനികൾക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ കമ്പനികൾക്ക് അത് സാധ്യമാകത്തില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ വലിയ കമ്പനികൾ മാത്രം പോരെ, ചെറിയ കമ്പനികളും ഇടത്തരം കമ്പനികളൊക്കെ വളർന്നു വരണം. അപ്പോൾ അതിന് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സാധനമാണ്. കഴിഞ്ഞ ഒരു 25 വർഷത്തെ ചരിത്രം എടുത്താൽ ഈ ഫിലിം ആൻഡ് മീഡിയ ഇൻഡസ്ട്രി, അതിൽ തന്നെ താങ്കൾ ഈ പറഞ്ഞ AVGC XR, അങ്ങനെയാണ് നമ്മൾ ആ ടേം പറയുന്നത്, അനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ്, XR, AR VR. അപ്പോൾ ഈ ഒരു സെക്ടർ ആണ് ഈ മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സെക്ടറിൻ്റെ അകത്ത് ഏറ്റവും അധികം വളർന്ന ഒരു വ്യവസായം. ഒരു 16% മുതൽ 20% വരെ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇതിനകത്ത് വന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എല്ലാ സമയത്തും, ഈവൻ ടുഡേ, ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്കിൽഡ് മാൻ പവർ ഉണ്ട്. നമുക്ക് 1.4 ബില്യൺ ജനസംഖ്യയുണ്ട്, ക്രിയേറ്റീവ് ആൾക്കാർ ഒരുപാടുണ്ട്. കേരളം, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ പോക്കറ്റുകളിൽ നമുക്ക് വളരെയധികം ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു റോ മാൻ പവറിൻ്റെ കുറവല്ല, സ്കിൽഡ് മാൻ പവറിൻ്റെ ഒരു കുറവാണ്. പക്ഷേ അതിന് ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ പ്രത്യേകിച്ചും ഈ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് സെൻട്രൽ ലെവലിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും കെയ്സ്, ASAP തുടങ്ങിയ പല സ്കിൽ ഡെവലപ്മെൻറ്റ് ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഒരുപാട് മാറ്റം ആ രംഗത്ത് ഈ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതിനെ അടുത്തൊരു ലെവലിലേക്ക് എത്തിക്കണം. അതിന് ഈ വേവ്സ് പോലുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും സഹായകമാകും.